വിശ്വപോരാട്ടത്തിലെ കാനറികളുടെ ആദ്യ അംഗം തന്നെ സമനിലയിൽ കലാശിച്ചിരിക്കുന്നു. ചെറുപാസുകളിലൂടെ ഭീതി പടർത്തി ഒഴുകിയെത്തിയ മൊറോക്കോയും കിട്ടിയ അവസരങ്ങളിൽ വേഗത വന്യസിപ്പിച്ച് മുന്നേറ്റങ്ങളെ അപകടകരമാക്കി മാറ്റിയ ബ്രസീലും സബരിയുടെയും വിനിയുടെയും ഗോളിൽ തുല്യത പ്രഖ്യാപിക്കുമ്പോൾ ആഞ്ചലോട്ടിക്കും കൂട്ടർക്കും നികത്തേണ്ടത് പലതുമുണ്ട്. എന്നിരുന്നാലും വിനിയില്ലായിരുന്നുവെങ്കിൽ ഒന്നാലോചിച്ചു നോക്കിക്കേ, എല്ലാം അയാളായിരുന്നു. എന്തൊരു മനുഷ്യനാണല്ലോ. ഫലം തോൽവിയിൽ എതിർക്കേണ്ട സമയത്ത് അയാളാണ് അവതരിച്ചത്. നെയ്മറിനുള്ള കാത്തിരിപ്പ് എത്ര നീളുമെന്ന് അറിയില്ല. ആളുടെ വരവോടെ എല്ലാം മാറുമെന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം. ഗോൾ വല കാക്കാൻ അലിസൺ ബക്കറും പ്രതിരോധം തീർക്കാൻ ഇബാനസും മാർക്കിന്യൂസും മെഗല്ലസും സാന്റോസും അടങ്ങുന്ന നിര സജ്ജമാകുമ്പോൾ കസമീറോയും ഗൊയ്മറുസുമാണ് മധ്യനിര കാക്കുന്നത്. മുന്നേറ്റ നിരയിൽ തുറുപ്പു ചീട്ടുകളായ ബാർസലോണയുടെ റഫീഞ്ഞയും റയലിന്റെ വിനിയും ഇരുപാർശ്വങ്ങളിലായി നിലയുറപ്പിക്കുമ്പോൾ അവർക്കിടയിലെ മധ്യസ്ഥത വഹിക്കാൻ ലുക്കാസ് പക്വറ്റയും മുന്നിൽ നിന്ന് നയിക്കാൻ ഇഗോർ തിയാഗോയും ആഞ്ചലോട്ടിക്ക് കീഴിൽ ഒരുക്കമാവുകയാണ്. മത്സരത്തിന്റെ ആദ്യ 5 മിനിറ്റിൽ തന്നെ കാനറുകളുടെ നെഞ്ചിടിപ്പ് കൂട്ടി എൽ കന്നോസിന്റെ മൊറോക്കോയുടെ ആദ്യ പരീക്ഷണമെത്തി. കഴിയുന്നത്രയും ശക്തി ആവാഹിച്ച് തൊടുത്തുവിട്ടെങ്കിലും ബ്രസീലിയൻ പ്രതിരോധത്തെ ഭേദിക്കാനായില്ല. എന്നാൽ കണ്ണിമ വെട്ടിത്തീരും മുമ്പേ അപകടം ചുറ്റിപ്പിടിച്ച അഷ്റഫ് ഹക്കീമിയുടെ ഇടത് വിങ്ങിൽ നിന്നുള്ള പാസ് എത്തുന്നു. മുഖത്ത് മൊറോക്കൻ സാന്നിധ്യമില്ലാത്തത് ബ്രസീലിന് തുണയേകുന്നു. തുടക്കം മുതലേ മത്സരത്തിൽ താളം കണ്ടെത്താൻ പാടുപെടുന്ന കാനറികളെയാണ് കാണാൻ സാധിച്ചത്. ആദ്യ 10 മിനിറ്റുകൾ തികച്ചും മൊറോക്കോയുടേത് മാത്രമായിരുന്നു. മറുവശത്ത് ആഫ്രിക്കൻ കരുത്തന്മാർ ഇതിനോടകം തന്നെ പലകുറി ബ്രസീലിയൻ ഗോൾമുഖത്ത് അപകടം വിതച്ച് പാഞ്ഞെത്തിക്കൊണ്ടേയിരുന്നു. പക്ഷേ ലക്ഷ്യങ്ങളിൽ അവർ പതറിയിരുന്നു. ബ്രസീലിന്റെ പ്രതീക്ഷ നിറഞ്ഞ ആദ്യ അവസരം കണ്ടത് വിനിയിലൂടെയാണ്. ഇടത് വിങ്ങിലൂടെ കുതിച്ച വിനി പ്രതിരോധ സാന്നിധ്യത്തെയും കടത്തിവെട്ടി ഇഗർ തിയാഗോക്ക് നേരെ പന്തുയർത്തിയെങ്കിലും കാര്യമായ ചലനമൊന്നും ഉണ്ടാക്കാൻ സാധിച്ചില്ലായിരുന്നു. കളി പുരോഗമിക്കുന്നു. വീണ്ടും വിനിയിലേക്ക് ഒരവസരമെത്തുന്നു. ഇത്തവണ ബോൾ കൺട്രോളിങ്ങിൽ അയാൾക്ക് പിഴച്ചു. മത്സരം 20 മിനിറ്റുകളിലേക്ക് അടുക്കുകയാണ്. പ്രതീക്ഷ നിറഞ്ഞ ഒരു ആഫ്രിക്കൻ കരുത്ത് മത്സര തുടക്കം മുതലേ ഗോളിനായി ദാഹിക്കുന്നത് ബ്രസീലിയൻ നെഞ്ചകങ്ങളിൽ ഭീതി പടർത്തിയതാണ്. അതിനാക്കം കൂട്ടും വിധം മൊറോക്കോയുടെ പൊടുന്നനെയുള്ള ആക്രമണം പൊട്ടിപ്പുറപ്പെടുന്നു. മൊറോക്കോയുടെ പകുതിയിൽ നിന്ന് തുടക്കമായ ആക്രമണം മൈതാന മധ്യത്തിൽ നിന്ന് റയലിന്റെ ബ്രഹീം ഡയസ് പിടിച്ചെടുക്കും. മുന്നിൽ ഓടിക്കയറിയ സാബരിയെ ലക്ഷ്യമാക്കി ഒരു നീളം പാസ്. അപകടം മണത്ത് അലിസൺ ബക്കർ ബോക്സിന്റെ എഡ്ജിലേക്ക് കയറി വന്നെങ്കിലും കാര്യമുണ്ടായില്ല. സബാരി പന്ത് അയാളുടെ തലക്ക് മുകളിലൂടെ നെയ്ലോൺ വലയിലേക്ക് നിറയൊഴിക്കുന്നു. വേൾഡ് കപ്പ് യോഗ്യതാ മത്സരങ്ങളിൽ 3 ഗോളുകൾ നേടിയ സബാരി 2026 ഫിഫ ലോകകപ്പിലെ മൊറോക്കോയുടെ ആദ്യ ഗോൾ കുറിച്ചിടുകയാണ്. 2002 ശേഷം തുടരുന്ന ലോകകപ്പ് ദുരന്തങ്ങൾ കരുതി വരുത്താനിറങ്ങിയ കാനറികൾക്ക് ആദ്യ പ്രഹരമേറ്റിരിക്കുന്നു. മുന്നേറ്റ നിരയിൽ വിനിയും റാഫിനിയും ഉള്ളത് ബ്രസീലിയൻ ആരാധകർക്ക് അപ്പോഴും പ്രതീക്ഷകൾ നൽകിക്കൊണ്ടേയിരുന്നു. VIP ബോക്സിൽ ഇതിഹാസങ്ങളായ കക്കയും റോബർട്ടോ കാർലോസുമുണ്ട്. മത്സരത്തിലെ ഉദ്യോഗജനകമായ അരമണിക്കൂർ പിന്നിടുകയാണ്. ഇടത് വിങ്ങിലൂടെ താളം കണ്ടെത്തി വിനി ചെറിയ കുതിപ്പിന് തുടക്കമിടുന്നു. സഹതാരം ഗൊയ്മറസിനെ കണ്ടെത്തിയ വിനി മറുതൊന്നും ചിന്തിക്കാതെ ഗൊയ്മറസിലേക്ക് പന്തിനെ വെച്ച് നീട്ടുന്നു. അയാൾക്ക് മുമ്പിൽ പ്രതിരോധത്തിനായി 2 താരങ്ങൾ അവിടെ നിൽക്കുന്നുണ്ട്. പക്ഷേ കാര്യമുണ്ടായില്ല. അവരെയും കടന്ന് ഗൊയ്മറസിന്റെ പാസ് വിനീഷ്യസിനെ കണ്ടെത്തുന്നു. അതുവരെ മൊറോക്കോ നടത്തിയ എല്ലാ മുന്നേറ്റങ്ങളും അങ്ങോട്ട് ചുരുക്കപ്പെടുകയാണ്. വിനിക്ക് മുമ്പിൽ വിലങ്ങ് തീർക്കാൻ ഐനോയുടെ പ്രതിരോധ കണ്ണുകൾ വിനിയുടെ കാലിൽ കുരുങ്ങിക്കിടപ്പാണ്. പക്ഷേ കാര്യമുണ്ടായില്ല. അയാൾ അതുവഴി മുന്നോട്ടേക്ക് താളം പിടിച്ചു. ഒറ്റ ടച്ചിലാണ് അയാളെ ശരീര ബാലൻസും പ്രതിരോധവും തീർക്കാൻ എത്തിയ കാലുകൾക്ക് പിഴച്ചത്. മൊറോക്കൻ ഗോൾ കീപ്പർ യാസിൻ ബോണോവിന് യാതൊരുവിധ അവസരവും നൽകാതെ പന്ത് പോസ്റ്റിന്റെ വലത്തെ മൂലയിലേക്ക് അടിച്ചിറക്കുന്നു. അതെ, സ്റ്റേഡിയം പൊട്ടിത്തെറിക്കുന്നു. ഗാലറിയിൽ മഞ്ഞ പുതച്ച ബ്രസീലിയൻ ആരാധകരുടെ ആരവ നിമിഷങ്ങളാണ്. ആർക്കു മുന്നിലും അടിപതറില്ലെന്ന കാർലോയുടെ വ്യക്തം അനർത്ഥമാക്കും വിധം വിനിയിലൂടെ കാനറികൾ തിരിച്ചടിക്കുന്നു. വീണ്ടും ഒരുപാട് നിമിഷങ്ങൾ അരങ്ങേറിയെങ്കിലും ഒന്നും ഗോളിൽ അവസാനിച്ചില്ലായിരുന്നു. ആദ്യ പകുതിയുടെ വിസിൽ മുഴങ്ങുന്നു. ഒടുക്കം ആഫ്രിക്കൻ കരുത്തനും ലാറ്റിൻ അമേരിക്കൻ താളവും തുല്യത പാലിക്കുകയാണ്.
ഗ്രൂപ്പിൽ ആധിപത്യം പുലർത്തണമെങ്കിൽ ഇരു കൂട്ടരെയും സംബന്ധിച്ച് അത്യന്തം നിർണായകമാണ് രണ്ടാം പകുതി. ആഞ്ചലോട്ടി ഇബാനസിനെയും യെല്ലോ കാർഡ് കാണേണ്ടി വന്ന കസമീറോയും പിൻവലിച്ച് ഡാനിലോ ആൻഡ് ഫാബിനോ എന്നിവരെ കളിക്കളത്തിലേക്ക് ഇറക്കി വിടുന്നു. മറുഭാഗത്ത് മാറ്റങ്ങളൊന്നും നടന്നില്ലായിരുന്നു. മത്സരത്തിന്റെ 50-ാം മിനിറ്റ് ബ്രസീലിന്റെ രണ്ടാമത്തെ ഗോൾ ഇഗോർ തിയാഗോയിലൂടെ പിറന്നുവെന്ന് കരുതിയ നിമിഷമായിരുന്നു. പൊടുന്നനെടുത്ത ത്രോ മൊറോക്കോയുടെ ഗോൾമുഖത്ത് സൃഷ്ടിച്ചത് അത്രയും മികച്ച സുവർണാവസരമായിരുന്നു. നിർഭാഗ്യവശാൽ ഷോട്ടുതിർത്ത തിയാഗോക്ക് പിഴച്ചു. 60-ാം മിനിറ്റിൽ ലുക്കാസ് പക്കോറ്റയെയും തിയാഗോയെയും പിൻവലിച്ച് മാറ്റിയാസ് ക്യൂഞ്ഞയും ഹെൻട്രിക്കിനെയും ആഞ്ചലോട്ടി കളിക്കളത്തിലേക്ക് ആനയിക്കുന്നു. 7 മിനിറ്റുകൾക്കകം വീണ്ടും ഒരിക്കൽ കൂടി ബ്രസീലിയൻ മുന്നേറ്റം. ഇത്തവണയും വിനിയാണ് തുടക്കം കുറിച്ചത്. ഗോയ്മറസിലെത്തിയപ്പോൾ റാഫീഞ്ഞയെ ലക്ഷ്യമാക്കി ഒരു നീളം പാസ് വെച്ച് നീട്ടിയെങ്കിലും റാഫീഞ്ഞക്ക് ടൈമിങ്ങിൽ പിഴവ് പറ്റുന്നു. പിന്നെയുള്ള മിനിറ്റുകളിൽ മൊറോക്കോയുടെ ആധിപത്യമായിരുന്നു. ബ്രസീലിയൻ വിടവുകൾക്കിടയിലൂടെ ചെറിയ പാസുകളാൽ ഒത്തൊരുമയോടെ മുന്നേറി ലക്ഷ്യത്തിലേക്ക് അടുത്തെത്തിയെങ്കിലും പലതവണയാണ് മൊറോക്കൻ ഫോർവേഡ് താരങ്ങൾ ഓഫ് സൈഡിൽ കുരുങ്ങിയത്. 78-ാം മിനിറ്റിൽ ഇടതുപാർശ്വത്തിലൂടെ കുതിച്ച വിനി റാഫിഞ്ഞയുടെ സാന്നിധ്യം മനസ്സിലാക്കി തളികയിൽ വെച്ച് നീട്ടിയെങ്കിലും റാഫിഞ്ഞയുടെ ഷോട്ട് യാസിൻ ബോണോ കൈപ്പിടിയിൽ ഒതുക്കി. പിന്നെയും ലഭിച്ച ഒരു സുവർണാവസരത്തിൽ യാസിൻ ബോണോ തന്നെ രക്ഷകനായി. പിന്നെയുള്ള മിനിറ്റുകളിൽ ഇരുകൂട്ടരും പ്രതിരോധം ശക്തമാക്കിയതോടെ പിടിച്ചത് പണിയായി. ചെറുപാസുകൾ നൽകി മൊറോക്കോ മുന്നേറിയപ്പോൾ അതിവേഗമുള്ള കൗണ്ടർ അറ്റാക്കുകളാണ് ബ്രസീൽ ആശ്രയിച്ചത്. നിശ്ചിത സമയവും കടക്കുമ്പോൾ ഇരുകൂട്ടരും തുല്യത പാലിക്കുകയാണ്. എക്സ്ട്രാ ടൈമായി അനുവദിച്ചത് 10 മിനിറ്റുകൾ. അവസാന പരീക്ഷണമെന്നോണം ഐനോയി ഷോട്ടെടുത്തെങ്കിലും അലിസൺ കാവലൊരുക്കി. പൊടുന്നനെ വീണ്ടും പരീക്ഷണം. ഇത്തവണ പകരക്കാരനായ മൊറോക്കൻ താരത്തിന്റെ ഊഴമായിരുന്നു. അവിടെയും അലിസൺ അവതരിക്കുന്നു. ഒടുക്കം ആവേശം നിറഞ്ഞ ആ സ്റ്റേഡിയത്തിൽ റെഫറി അന്തിമ വിസിൽ മുഴക്കുന്നു. വിട്ടുതരില്ലെന്ന ഇരു പ്രഖ്യാപനം വിജയിക്കുകയാണ്. വിനിയുടെയും സബേരിയുടെയും ഗോളിൽ ഇരുകൂട്ടരും തുല്യത പാലിക്കുകയാണ്.